പകയുടെ 18 അധ്യായങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നോവലുമായിട്ടാണ് ഷാജ്കുമാർ ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ അത് ജൂൺ 8-ന് പുറത്തിറങ്ങുകയും 12-ലേറെ പതിപ്പുകൾ പിന്നിട്ടുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിൽ നമ്മളത് വായിച്ചു പോകുമ്പോൾ എല്ലാവരും കണ്ടിട്ടുള്ള അല്ലെങ്കിൽ പരിചരിച്ചിട്ടുള്ള ഒരു രീതി തന്നെയാണ് ഈ ഒരു നോവലിൽ കാണാനായിട്ട് സാധിക്കുക. അതായത് പ്രാദേശികമായിട്ടുള്ള വാമൊഴി വഴക്കത്തെ അല്ലെങ്കിൽ വാമൊഴി വഴക്കത്തെ ധാരാളം ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു നോവൽ, അതാണ് മരണവംശം എന്ന് പറയുന്നത്. അത്തരത്തിൽ മലബാറിൻ്റേതായിട്ടുള്ള ഒരു തനത് ഭാഷാ സ്വരൂപത്തെ ആദ്യ നോവലിലൂടെ പരീക്ഷണപരമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അത് സ്വീകരിക്കുമോ ഇല്ലയോ, അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം തോന്നിയിരുന്നോ? എല്ലാവർക്കും നമസ്കാരം. മരണവംശവുമായി ബന്ധപ്പെട്ട ഈ സംസാരം കേൾക്കാൻ മനസ്സ് കാണിച്ച ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആദ്യമായി വ്യക്തിപരമായ പേരിൽ നന്ദി അറിയിക്കുന്നു. നീ എന്തെന്ന് പറഞ്ഞ മലബാർ ഭാഷാ പ്രയോഗം ഈ നോവലിൽ മാത്രമല്ല, ഇതിൻ്റെ മുമ്പത്തെ കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ 23-ാം വയസ്സിലാണ് എൻ്റെ ആദ്യത്തെ കഥാസമാരം ഇറങ്ങുന്നത്. ജനം DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പം അന്ന് ഈ കഥ ഇറങ്ങിയ സമയത്ത് നീ ചോദിച്ച ചോദ്യം അന്നത്തെ എൻ്റെ സുഹൃത്തുക്കൾ, ഇപ്പോഴും സുഹൃത്തുക്കളായിട്ടുള്ള വായനക്കാരും എഴുത്തുകാരും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം ഇത് കാസർഗോഡൻ ഭാഷയാണ്, കാസർഗോഡൻ ഭാഷ മനസ്സിലാവില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്നുള്ള ഒരു സ്നേഹം നിറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള അതൊരു പ്രശ്നമല്ല. എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ള കാര്യം അത് ആ കഥാപരിസരവും ആ കഥാപാത്രവും ആവശ്യപ്പെടുന്ന ഭാഷയും അതിൻ്റെ ആഖ്യാന പരിസരവുമാണ് ഞാൻ കൊണ്ട് നടക്കാറ്. അപ്പോൾ അത് ജനം എന്ന കഥാസമാരം തൊട്ട് ഇന്ന് ഈ അടുത്തിറങ്ങിയ എൻ്റെ മരണവംശം എന്ന് പറയുന്ന നോവൽ വരെ അത് കാണാം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മലബാർ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കഥ ആഖ്യാനിക്കുമ്പോൾ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങളും ഭാഷാ ശൈലികളും കൊണ്ടുവന്നേ മതിയാവും. ഇതിപ്പോൾ എനിക്ക് അത് തെക്കൻ സ്റ്റൈലിൽ ഒരു അതിലെ കഥാപാത്രങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ജീവൻ ഇല്ലാതാവും. അപ്പോൾ എനിക്കത് പ്രശ്നമല്ല. വായനക്കാർ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ എന്നതെൻ്റെ പ്രഥമ പരിഗണനയില്ല. എനിക്കിപ്പോൾ ആ കഥാപാത്രം ഫോർ എക്സാമ്പിൾ ഒരു ഭയങ്കരമായിട്ടുള്ള, ഞാൻ പലപ്പോഴും പല വേദികളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അതിൽ നമ്മുടെ നാട്ടിലെ കാസർഗോഡ് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കഥയിൽ ഇപ്പോൾ മരണവംശം എന്ന നോവലിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള സ്നേഹം എന്ന് നമുക്ക് എഴുതാം, അത് വായനക്കാർക്ക് മനസ്സിലാവും. പക്ഷേ എനിക്ക് മറല് എന്ന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പം മറല് എന്ന് എനിക്ക് ഭയങ്കര മറല് തോന്നി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു എനർജി ഉണ്ടല്ലോ, എനിക്കത് ഭയങ്കരമായ സ്നേഹം, ആഴത്തിലുള്ള സ്നേഹം എന്ന് കിട്ടൂല. അത് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നും. എനിക്ക് ഭയങ്കര കുറ്റബോധമുള്ളൊരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ പരമാവധി കുറ്റബോധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതവും എഴുത്തുമൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഭയങ്കരമായ സ്നേഹം അല്ലെങ്കിൽ മറ്റ് തെക്കൻ രീതിയിലുള്ള വാക്പ്രയോഗങ്ങൾ വടക്കൻ ജീവിതത്തിലേക്കുള്ള വടക്കൻ ജീവിതം ആഖ്യാനിക്കുന്ന കൃതികളിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ എന്നോട് ചെയ്യുന്ന വൃത്തികേടായിട്ട് എനിക്ക് തോന്നും. അതുകൊണ്ടാണ് മലബാർ പരിസരം വരുന്ന നോവലിൽ അല്ലെങ്കിൽ കഥകളിൽ അത്തരത്തിലുള്ള വാക്കുകളും പ്രയോഗങ്ങളും ശൈലികളും മിത്തുകളും കഥകളും ഒക്കെ കടന്നു വരുന്നു. അങ്ങനെ പറയുമ്പോൾ ഒരു 25 വയസ്സിന് ശേഷം കാസർഗോഡ് നിന്ന് ജോലിയുടെ ഭാഗമായിട്ടും വേറെ വഴി ജീവിക്കാൻ വഴിയുണ്ടെങ്കിൽ കാസർഗോഡ് വിട്ട് ഞാൻ വരില്ല. അങ്ങനെ മറ്റു ദേശങ്ങളിലേക്ക് പലായനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ദേശാന്തര ഗമനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി തിരിച്ച് സ്വന്തം നാടിൻ്റെ തന്നെ ഭാഷയിലേക്ക് തിരികെ വന്നിട്ടുള്ളതാണ്. ഒരു നോവൽ എന്ന് പറയുന്നത് 1 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ 318ഓളം പേജുകൾ ഉള്ളൊരു അത്യാവശ്യം വലിയൊരു നോവലാണ്. ഒരുപാട് മിത്തുകൾ കടന്നു വരുന്ന, ഒരുപാട് കഥാപാത്രങ്ങൾ കടന്നു വരുന്ന, ആ നോവലിൽ തന്നെ പറയുന്ന പോലെ വളരെ പതിയെ തുടങ്ങി ഒരു പക്ഷേ പൂരക്കളിയുടെ ആഖ്യാന ശൈലിയോട് സാദൃശ്യം തോന്നാവുന്ന ആ രീതി തന്നെയാണ് ആ നോവലിൻ്റെ ഒരു ആഖ്യാന ഘടനയിലും കിടക്കുന്നത്. അത് പതിയെ തുടങ്ങി ഓരോ കഥാപാത്രങ്ങളിലൂടെ വികസിച്ച് കുട്ടിക്കേറുന്ന ഒരു രീതി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഭാഷയിലേക്ക് തിരിച്ചു വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അതായത് പല ദേശങ്ങൾ സഞ്ചരിക്കുന്ന, പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അത് ഇതിനെന്ത് വെച്ചാൽ നമ്മളിപ്പോൾ നമുക്ക് നാട് മിസ്സാകുക വെച്ചാൽ, ഇപ്പോൾ ഇവിടെ കാസർഗോഡ് നിന്നുള്ള ആളുകളൊക്കെ ഉണ്ട്, ജീവിക്കാൻ വേണ്ടിയിട്ട് കാസർഗോഡ് വിട്ടു പോകേണ്ടി വന്ന പലായനം എന്നാണ് ഒരു തരത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പലായനം നടത്തേണ്ടി വന്ന പല മനുഷ്യരുണ്ട്. അപ്പോൾ കോഴിക്കോട് വിട്ടിട്ട് ഇപ്പോൾ പലയിടത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ദുബായിൽ അല്ലെങ്കിൽ
അപ്പം ഞാൻ എല്ലാ കാലത്തും 25 എന്നീ പറഞ്ഞ പോലെ കോഴിക്കോട് ജീവിക്കുന്നു, കൊച്ചിയിൽ ജീവിക്കുന്നു, കൊല്ലത്ത് ജീവിക്കുന്നു. അങ്ങനെ പല നഗരങ്ങളിൽ ജീവിക്കുന്ന സമയത്തും നമുക്ക് നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മളെ നാടിനെക്കുറിച്ചുള്ള ഒരു കുറച്ച് ഭയങ്കരമായിട്ടുള്ള ചിത്രം മിസ്സാവുക എന്നെല്ലാം പറയില്ലേ? നമുക്ക് തിരിച്ചു പോകാൻ തോന്നുന്നു. പക്ഷേ നമുക്ക് മാസത്തേക്ക് കിട്ടുന്ന ശമ്പളം, പിന്നെ വാടക കൊടുക്കണം, മറ്റ് ലോൺ എടുത്തതിൻ്റെ അടവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളെ തിരിച്ചു പോകാനുള്ള ഒരു ധൈര്യം ചോർത്തിക്കളയും. അപ്പോൾ ആ നാട് കുറച്ചും കൂടെ കളർഫുള്ളായിട്ട്, കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഓർമ്മകളിൽ നിൽക്കുന്നത് നമ്മൾ നാട് വിട്ട് ജീവിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഓരോ തവണയും പല നഗരങ്ങളിൽ ജീവിക്കും തോറും എനിക്ക് നാട്ടിലേക്കുള്ള തിരിച്ചുപോക്ക് എൻ്റെ ഓർമ്മകളിലൂടെ സാധ്യമായിരുന്നു. അപ്പോൾ അത് എനിക്കത് എഴുതുമ്പോൾ അത് ഒരുതരം എൻ്റെ ഉള്ളിലുള്ള ഒരു അരക്ഷിതാവസ്ഥയുണ്ടല്ലോ. നമ്മളൊരു നഗരങ്ങളിൽ ജീവിക്കുന്ന ഒരു നാട്ടിൻപുറത്തുകാരൻ എന്തായാലും അത് അരക്ഷിതാവസ്ഥ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അരക്ഷിതാവസ്ഥ മറികടക്കാനുള്ള ഒരു മാർഗ്ഗമായിരുന്നു ഇത്തരത്തിലുള്ള ഈ നാട്ടിലേക്കുള്ള എഴുത്തുകൊണ്ടുള്ള തിരിച്ചുപോക്ക്. അപ്പോൾ ഈ 1 മുതൽ 18 വരെയുള്ള നിറം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ കാസർഗോഡൊക്കെ ഉള്ളവർക്ക് അറിയാം. പൂരക്കളിയുടെ നീ നേരത്തെ പറഞ്ഞ പോലെ പൂരക്കളിയുടെ 18 നിറങ്ങളാണ്. അപ്പോൾ ഞാൻ പൂരക്കളി കളിച്ച ആളാണ്. ഞാനൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ പൂരക്കളി കളിച്ചത്. നല്ല കളിയാണ് പൂരക്കളി. പിന്നീട് എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഇത് കുപ്പായം അഴിച്ചിട്ട് നമുക്ക് പൂരക്കളി കളിക്കാൻ പറ്റൂ. അതുകൊണ്ട് ശരീരം കാണും എന്നുള്ള അത്ര ആരോഗ്യമില്ല ഉള്ള ശരീരമല്ലാത്തതുകൊണ്ട് 9ാം ക്ലാസ് തൊട്ട് ഞാൻ പൂരക്കളി നിർത്തിയ ആളാണ്. അപ്പോൾ ആ പൂരക്കളിയുടെ ഒരു 18 നിറം എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ 18 ആഖ്യായിക പോലെയാണ് ഞാൻ കാണുന്നത്. കാരണം അത് കാമദേവനെ തിരിച്ചു വിളിക്കാൻ വേണ്ടി നമ്മൾ വടക്കേ മലബാറിലെ ഒ.ബി.സി വിഭാഗത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ കളിക്കുന്ന ഒരു കളിയാണ് പൂരക്കളി. തീയന്മാരുടെ ഇടയിലുള്ള അതേമാർ മണിയാണി എന്ന് പറയുന്ന സമുദായമുണ്ട്. പിന്നെ ഇടയ്ക്ക് ആശാരിമാർ കളിക്കും. ഒ.ബി.സി ആണ്, സവർണ കേന്ദ്രീകൃതമായ കളിയല്ല. അപ്പോൾ ആ 1 മുതൽ 18 വരെയുള്ള നിറങ്ങളുടെ ഒരു 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 നീ നേരത്തെ പറഞ്ഞ പതുക്കെ തുടങ്ങി ഒരു 4ാം തരമാകുമ്പോൾ ഭയങ്കരമായിട്ട് മുറുകും. 5ന് അതിൻ്റെ ഉച്ചസ്ഥായിലെത്തും. 6, 7, 8, 9, 18 വരെ അതിങ്ങനെ താഴും. പിന്നെ ഗണപതി പൂരമാലയാകുമ്പോൾ ഒരു ഒറ്റ കയറ്റമുണ്ട്. അപ്പോൾ വെളിച്ചപ്പാട് വന്നിട്ട് ഉറയാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള ആഖ്യാന പരിസരം കൊണ്ടുവരാന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉള്ളിലുള്ളതുകൊണ്ടാണ്. എനിക്കിപ്പോൾ ഇത് ഉള്ളിലില്ലെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള നിറത്തിൻ്റെ സാധ്യത എൻ്റെ നോവലിലേക്ക് വരില്ല. അപ്പോൾ അത് നമ്മൾ ഉള്ളിലിങ്ങനെ ചെറുപ്പം തൊട്ടേ ഉണ്ട്. തെയ്യം, പൂരക്കളി, മറ്റ് പല കാര്യങ്ങളും, ആലാമിക്കളി ആയാലും എല്ലാം നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു എഴുത്തുകാരന്, ഞാൻ പറയും ഒരു എഴുത്തുകാരനെ നിർണ്ണയിക്കുന്നത് അവൻ്റെ കുട്ടിക്കാലം തന്നെയാണ്. അവൻ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള ജീവിതം, അവൻ കുട്ടിക്കാലത്ത് കടന്നു പോയിട്ടുള്ള മറ്റു തരത്തിലുള്ള പരിസരങ്ങൾ, അവൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുള്ള ഓർമ്മകളും സ്വപ്നങ്ങളും അരക്ഷിതാവസ്ഥകളും മാറ്റി നിർത്തലുകളും പിന്നെ ആത്മനിന്ദകളും ഒക്കെ തന്നെയായിരിക്കും ഒരു എഴുത്തുകാരനെ, എല്ലാവരെയും, ഒരു എഴുത്തുകാരനെ മാത്രമല്ല ഏത് മനുഷ്യനെയും നിർണ്ണയിക്കുന്നത് അവൻ്റെ കുട്ടിക്കാലമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. ഒരു തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ കാസർഗോഡിനെ വായിക്കുന്ന ഒരു സുഖമാണ് ഷാജികുമാറിൻ്റെ മരണവംശം എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ വായിക്കുമ്പോൾ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഈ കോതിരക്കട്ട് പോലെയുള്ള അല്ലെങ്കിൽ കോഴിക്കട്ട് അപ്പോൾ അത് ഞങ്ങൾക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒന്നല്ല. അപ്പോൾ അത് അവിടെ കൊണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള കൊട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം വരുന്നു. തൻ്റെ ആ പരാജയം, അതിൻ്റെ അറുത്ത് മാറ്റുന്ന ആ ഒരു ഇതും പിന്നീട് അത് വിജയിക്കുന്നതും അതിനുശേഷം ജീവിതത്തെക്കുറിച്ചിട്ടുള്ളൊരു അർത്ഥമില്ലായ്മയെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അങ്ങനെ പോകുന്ന കുറച്ച് ഏരിയകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കോഴിപ്പോര് എന്ന് പറയുന്നത് പകയുടേതാണ്. ഈ നോവലിനെ മൊത്തത്തിൽ വിശേഷിപ്പിക്കുന്നത് പകയുടേതായിട്ടുള്ള അധ്യായങ്ങളായിട്ട്, അല്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള കുടിപ്പകയുടെ ആഖ്യാനം എന്നുള്ള നിലയിലാണ്. പക്ഷേ എനിക്ക് ഈ നോവൽ വായിക്കുന്ന സമയത്ത് പലപ്പോഴും ഭീകരമായിട്ടുള്ള സ്നേഹത്തിൻ്റെ കൂടി ആഖ്യാനങ്ങളായിട്ട് ഈ നോവലിന് തോന്നിയിട്ടുണ്ട്. അതായത് പക മാത്രമല്ല, അതിഭീകരമായിട്ടുള്ള, ഇപ്പോൾ വാഹനമിടിച്ച് 2 പേര് മരിച്ചു പോകുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരുപാട് ഏരിയകളുണ്ട് അതിൽ. ഭീകരമായിട്ടുള്ള സ്നേഹം. അതേപോലെ തന്നെ രാജാവ് കൊട്ടനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, കാലം വരുന്ന സമയത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ സൂചനകൾ നൽകുന്ന കഥാപാത്രം, നായിയായിട്ടുള്ളൊരു കഥാപാത്രം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആ കോഴി. അപ്പം അതും എല്ലാം അങ്ങനെ ഓരോ കഥാപാത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഭീകരമായിട്ടുള്ള സ്നേഹം കൂടി അതിൽ പറയുന്നുണ്ട്. അപ്പോൾ പകയുടെ മാത്രം ആഖ്യാനമല്ലല്ലോ മരണവംശം. അപ്പോൾ അതേക്കുറിച്ചിട്ട് എന്താണ്? അല്ല, ഇത് നീ പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ ഞാനിത് ആത്യന്തികമായിട്ട് മരണവംശം കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഈ സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പുസ്തകമായിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. കാരണം തങ്കത്തിനോടും പൊന്നുവിനോടും തോന്നുന്ന കള്ളൻ കോമൻ്റെ സ്നേഹം, അല്ലെങ്കിൽ പിന്നെ നമ്മളെ കുഞ്ഞന്മാറും കൊട്ടനും തമ്മിലുള്ള പ്രേമം,
പിന്നെ ഭാസ്കരനും നളിനിയും തമ്മിലുള്ള പ്രേമം, പിന്നെ ചന്ദ്രനും രമണിയും തമ്മിലുള്ള പ്രേമം, അങ്ങനെ ഒരു പ്രണയത്തിന്റെ നോവലായിട്ടാണ് ഞാനിത് നറേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അതേസമയം തന്നെ അമ്മയും മകളും അതെ, കുഞ്ഞുമാറും അല്ലെ? അമ്മായിയമ്മ എല്ലാം. ഞാൻ പിന്നെ പൊതുവെ എനിക്ക് കുറച്ച് സ്നേഹം, ഞാനൊരു വികാരജീവിയാണ്, ഉമ്മർ പറയുന്ന പോലെ. അപ്പോൾ എനിക്ക് പൊതുവെ സ്നേഹം എഴുതാൻ കുറച്ചും കൂടെ താല്പര്യമാണ്. പക്ഷേ ഇത് എഴുതി എഴുതി വന്നപ്പോൾ അത് കയ്യിൽ വെട്ട്, കുത്ത്, കൊല എല്ലാം ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഒരു പുട്ടിന് പീര ചേർക്കുന്ന പോലെ, പുട്ടിൽ തേങ്ങ ചേർക്കുന്ന പോലെ വന്നു പോയതാണ്. അപ്പോൾ വായിച്ചവരൊക്കെ ഇതൊരു പ്രതികാരത്തിൻ്റെയും പകയുടെയും നോവലായിട്ട് വായിക്കുമ്പോൾ, നീയെങ്കിലും ഇത് സ്നേഹത്തിൻ്റെ നോവലായി എന്ന് വായിച്ചതിൽ സന്തോഷമുണ്ട്. അത് പിന്നെ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ വേറൊരു കാര്യം ഞാനിതിപ്പോൾ പറയുന്ന സമയത്ത് ഇതിലൊരു ആത്യന്തികമായിട്ട് ജീവിതത്തിൻ്റെ ഒരു നിസ്സഹായതയെക്കുറിച്ചിട്ടാണ് ഇത് മൊത്തം സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഇതിലൊരു കഥാപാത്രം ആത്മഹത്യ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ഈ ലോകം ഒരു മയിറാണ്, ഈടെ ഒരു മയിറും നടക്കൂല എന്നൊരു ഒരു ഒരു സംഭാഷണമുണ്ട്. ഒരു കത്തെഴുതി വെച്ചിട്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്. ഇത് ശരിക്കും എൻ്റെ നാട്ടിൽ സംഭവിച്ചതാണ്. ജീവിതത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വഴിയില്ലാതെ ഈ മനുഷ്യൻ ജീവിക്കാൻ പല പണിയെടുത്ത് പരാജയപ്പെട്ട് ദാരിദ്ര്യത്തിൻ്റെ ഒരു ഉച്ചസ്ഥായിയിൽ വെച്ച് ഇയാൾ വീട്ടിൻ്റെ നടുക്ക് ആത്മഹത്യ ചെയ്യുക. അപ്പോൾ ആ പുള്ളിക്കാരൻ എഴുതി വെച്ച കത്തിലെ വരിയായിരുന്നു ഇത്, ഈ ലോകം ഒരു മയിറാണ്, ഈ ലോകത്തൊരു മയിരും നടക്കൂലാണ്. പക്ഷേ ഈ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹത്തെ സങ്കടപൂർവ്വം കാണാൻ വന്നവരൊക്കെ ഈ കത്ത് വായിക്കുകയും ഭയങ്കരമായിട്ട് ചിരിക്കുകയും ചെയ്ത ഒരു ഓർമ്മ എനിക്കുണ്ട്. കാരണം അതിൻ്റെ ഒരു സാധനം. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു നിസ്സഹായത മനസ്സിലാക്കുന്ന ആളുകളാണ് നമ്മുടെ കാസർഗോട്ടുള്ള മനുഷ്യർ. അതേപോലെ ഈ ഇതിപ്പോൾ ഇതുമായി അനുബന്ധിച്ചുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ നാട്ടിൽ മൈരേ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. മൈരേ എന്നായിരുന്നു സ്ഥലത്തിൻ്റെ പേര്. അത് മയിലാടൻകുന്ന് ലോപിച്ച് മൈരേ ആവുന്നതാണ്. അപ്പോൾ ഈ കുറച്ച് കൊല്ലം മുമ്പ് തെക്കൻ ജില്ലക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ പണിഷ്മെൻറ്റ് പേരിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു കാസർഗോഡ്. അപ്പോൾ ഈ തെക്കൻ ജില്ലക്കാരെ കാസർഗോഡേക്ക് സ്ഥലം മാറ്റുന്ന സമയത്ത് കുറച്ചുകാരെ ഈ മൈരേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ട്വിസ്റ്റ് തുടങ്ങുന്നത് വെച്ചാൽ, ഇവർ തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ ഈ സുഹൃത്തുക്കളൊക്കെ ബാറിലിരിക്കുമ്പോൾ നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ അറിയാതെ മൈരേ എന്ന് പറയും. അപ്പോൾ അടിപൊട്ടു. അതേപോലെ ഭാര്യ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ദേഷ്യത്തിന് നിങ്ങൾ എന്തിനാ എന്നെ തെറി വിളിക്കുന്നു പറയും. അങ്ങനെ ഇവർക്ക് ഈ ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് പറയാൻ പറ്റാതെ വരികയും ഇവരെന്ത് ചെയ്തു വെച്ചാൽ അവസാനം സർക്കാരിൽ ഹർജി കൊടുത്തിട്ട് ഈ സ്ഥലത്തിൻ്റെ പേര് അങ്ങ് മാറ്റി. ഈ പേര് ഇപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേരാണ് ഷേണി എന്ന് പറയുന്ന വളരെ സവർണ്ണ കേന്ദ്രീകൃതമായ ബ്രാഹ്മണിക്കൽ പേരാണ് ഇപ്പോൾ ആ സ്ഥലത്തിന്. മൈരേ എന്ന് പറഞ്ഞാൽ ആരുടെ ഓർമ്മയിലില്ല. അവിടെ വെച്ചിട്ടാണ് തൊണ്ടിമുതലും ദക്സാക്ഷി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടന്നത്. അപ്പം ഇങ്ങനെ ഈ ബ്രാഹ്മണിക്കൽ ഇടപെടൽ മൂലം നമ്മളുടെ സ്വത്വം പലപ്പോഴും ഇത്തരത്തിലുള്ള സവർണ്ണ ഇടപെടൽ പോലും. മൈരേ നല്ല പേരല്ലേ, എന്തൊരു വിളിക്കാനൊക്കെ ഒരു ഭയങ്കര സുഖമുള്ളൊരു പേരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ നിരാസം, നഷ്ടമൊക്കെ സംഭവിക്കുന്ന ഒരു സ്ഥലവും ആളുകളൊക്കെയാണ് ഞങ്ങൾ. അപ്പോൾ അവരുടെ നിസ്സഹായത പല രീതിയിൽ അടയാളപ്പെടുത്തിയ ഒരു നോവലായിട്ട് കൂടി മരണവംശത്തെ ഞാൻ കാണുന്നുണ്ട്. മരണവംശം വായിച്ച ആളുകൾക്കറിയാം. ആ നോവൽ വായിക്കുമ്പോൾ നമുക്കതിൽ ഒരു സിനിമ കാണുന്നതിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ദൃശ്യഭംഗി കൂടി കാണും. അതായത് ഓരോ ചിത്രങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കൃത്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മരണവംശം ഇറങ്ങി കുറച്ച് മുമ്പ് തന്നെ രാജേഷ് മാധവനിലൂടെ അത് സിനിമയാവുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു പോസ്റ്റും കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എങ്ങനെയാണത്? അല്ലാതെ രാജേഷ് മാധവൻ ഇപ്പോൾ ഒരു സിനിമ സംവിധാനം ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്. പെണ്ണും പൊറോട്ടും എന്നാണ് ആ സിനിമയുടെ പേര്. അത് പൂർണ്ണമായും പുതുമുഖങ്ങൾ മാത്രം അഭിനയിക്കുന്ന സന്തോഷ് ടി കുരുവിള, എന്നാ താൻ കേസുകോട് എന്ന സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ള സന്തോഷ് ടി കുരുവിളയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അത് കഴിഞ്ഞിട്ട് അടുത്ത സിനിമയായിട്ടാണ് അവനത് പ്ലാൻ ചെയ്യുന്നത്. അതെന്തെന്ന് വെച്ചാൽ ഞാൻ ഈ നോവൽ എഴുതി തുടങ്ങുമ്പോഴേ ഇവനിതിൻ്റെ റൈറ്റ് വാങ്ങിയിട്ടുണ്ട്. അവൻ എൻ്റെ സുഹൃത്താണ്, കുറേ കാലം അവൻ എൻ്റെ നാട്ടുകാരനാണ്. ഈ മരണവംശം എന്ന് പറയുന്ന കഥ സംഭവിക്കുന്ന സ്ഥലത്തു നിന്നാണ് അവൻ വരുന്നത്. എർക്കാന എന്ന് പറയുന്ന സാങ്കല്പിക ദേശമാണെങ്കിലും ആ സംഭവം നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ജനിച്ചവനാണ് രാജേഷ് മാധവൻ. അതുകൊണ്ട് അവൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലൊക്കെ ഈ സംഭവങ്ങളുണ്ട്, അതിലെ പല സംഭവങ്ങളും. അപ്പോൾ അതുകൊണ്ടുകൂടി അവന് ഇതിൻ്റെ ഒരു കോർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൻ വരികയും ഇതിൽ ഷാജിയേട്ടൻ എനിക്ക് തരണം. അപ്പോൾ ഞാൻ എഴുതുന്ന സമയത്ത് ഇതൊരു ഭ്രാന്തൻ നോവലാണ്. എനിക്കത് പുസ്തകം ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യനും വായിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പുറത്തിറക്കുന്നത്. ഞാൻ എൻ്റെ ഭാര്യയും കൂടെ, നമുക്ക് ഒരു പ്രതീക്ഷയുണ്ടായില്ല. മാക്സിമം അതിൽ 2 പതിപ്പ്, അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ആയുസ് ഒടുങ്ങും. കാരണം കുറേ ഭ്രാന്തുണ്ടല്ലോ നീ വായിച്ചുകൊണ്ട്. കുറേ വട്ടന്മാരായ മനുഷ്യന്മാർ, വട്ടന്മാരായ ആൾക്കാർ, മറ്റേ മൃഗങ്ങൾ, തെയ്യങ്ങൾ, ദൈവങ്ങളൊക്കെ കടന്നു വരുന്ന നോവലാണ്. അപ്പോൾ ഞാനോട് ചോദിച്ചു, ഇത് ഭ്രാന്തുള്ള നോവലാണ്, നീ എങ്ങനെ സിനിമയാക്കും? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് നല്ല ഭ്രാന്തുണ്ട് ഷാജിയേട്ടാ, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെയാണ് അത്. ഈ വർഷം ഞങ്ങൾ അതിൻ്റെ പരിപാടി തുടങ്ങും എന്നാണ്
ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മരണവംശത്തിലേക്ക് കടക്കുമ്പോൾ മരണവംശം വായിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റി എന്നുള്ളതാണ്. മുമ്പ് അതേപോലൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത് ഒരു പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം മാറ്റി വെച്ചിട്ട് പിന്നീട് എടുത്ത് വായിച്ചിട്ടുള്ള ഒരു പുസ്തകം കൂടിയായിരുന്നു എനിക്ക് ഖസാക്ക്. ഖസാക്ക് വായിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ഒരു അനുഭവ തലമുണ്ട്. അതേപോലെ തന്നെ ഒരു അനുഭൂതി നൽകിയിട്ടുള്ളൊരു നോവൽ കൂടിയായിരുന്നു മരണവംശം. ഞാനത് രണ്ടും കൂടി ഇരുന്നിട്ട് എന്താ പറയുക, ഒരു ഭാഷ കൊണ്ട് രണ്ടും ചെയ്തു വെക്കുന്ന ഒരു തലമുണ്ട്. രണ്ട് നോവലുകൾക്കും വ്യത്യസ്തങ്ങളായ മാനങ്ങളിലൂടെ അല്ലെങ്കിൽ വ്യത്യസ്ത കഥാപരിസരങ്ങളിലൂടെ പോകുന്ന നോവലുകളാണെങ്കിൽ പോലും ഈ നോവലുകൾ ഭാഷയിൽ കൃത്യമായിട്ട് അടയാളപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയാണ്. ഇപ്പോൾ ഖസാക്ക് മലയാളത്തിൽ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിന് തുല്യമായിട്ടുള്ള ഒരു സ്പേസ് ഇന്നല്ലെങ്കിൽ നാളെ മരണവംശം പൂർണ്ണമായിട്ടും കൈയടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു പക്ഷേ ഈ നോവൽ എഴുതുമ്പോൾ അത്തരം വല്ല ആശങ്കകളുണ്ടായിരുന്നു. അതായത് ഈ നോവൽ എഴുതുമ്പോൾ ഞാൻ മലബാറിൻ്റെ ദേശഭാഷയിൽ നിന്നുകൊണ്ട് ഒട്ടും ഫെമിലിയർ അല്ല. അപ്പോൾ ഒരുപാട് ഭാഷകൾ കടന്നു വരുന്ന ഭാഷകളുടെ സംഗമഭൂമി കൂടിയാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം മാത്രമല്ല, അവിടെ നിരവധി ഭാഷകൾ വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പല പ്രയോഗങ്ങളും ഈ നോവലിൽ ധാരാളം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങ് എടുത്തു പറയാൻ പറ്റാത്ത, നിങ്ങൾ തൃശ്ശൂരുകാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച് വന്നിട്ടുള്ള ഒരു ഭാഷയുടേതായിട്ടുള്ള പിടിവിട്ടു പോകുമ്പോൾ ചില കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഓർത്തു വെക്കണ പരിപാടി എനിക്കില്ല. അപ്പോൾ എനിക്കിതിങ്ങനെ അപ്പോൾ എനിക്കതിങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, വായനക്കാർക്ക് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ഇതൊന്ന് ഡയല്യൂട്ട് ചെയ്ത് കൊടുക്കാം എന്ന് തോന്നിയിരുന്നോ ഈ നോവലിൻ്റെ ആഖ്യാന വേളയിൽ? ആദ്യമേ പറയാം, ഖസാക്കിന്റെ ഇതിഹാസമായിട്ട് ഈ നോവലിനെ താരതമ്യപ്പെടുത്തരുത്. എന്ന് വെച്ചാൽ അതൊരു പർവ്വതം പോലെ നിൽക്കുന്ന ഒരു വലിയ അല്ല, അത് വായനയിൽ സഖ്യപർവ്വതമാണെങ്കിൽ നമ്മള് കണിച്ചിറ പാലത്തിലെ ചെറിയ കുന്ന് അല്ലേ, മഞ്ഞമ്പതി കുന്നുള്ള പോലത്തെ ഒരു കുന്നാണ്. വായിച്ച മനസ്സിലാവും, വായിച്ച രണ്ടും. നാളെ ആൾക്കാർ തോന്നും ഭയങ്കര അഹങ്കാരം ഇതിനൊക്കെ അല്ല ഞാൻ പറയുന്നത്. അപ്പൊ അല്ല, അത് ഷാജികുമാർ അല്ലേ പറഞ്ഞത്, എന്റെ അഭിപ്രായത്തിലാണ്. അപ്പോ അല്ല, അപ്പൊ അത് ഞാൻ ഈ എഴുതുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് ഭാഷയിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാരണം അത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന കഥകളുടെ ഒരു ആഖ്യാന നറേറ്റീവ് സ്ട്രക്ചർ ആവരുത് ഇത് എന്ന് ഞാൻ കൃത്യമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഇത് ഞാനൊരു 6-8 വർഷം മുമ്പ് മലയാളം വാരികയുടെ ഓണപ്പതിപ്പിൽ ഞാൻ കണ്ട 3 സ്വപ്നങ്ങളെ കുറിച്ചിട്ടൊരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഷ ഭയങ്കര ചെറിയ ചെറിയ വാക്കുകളിലൂടെ പിന്നെ ആ സ്വപ്നങ്ങളെക്കുറിച്ച് പറയുന്നൊരു നറേറ്റീവ് സ്റ്റൈലായിരുന്നു. അത് ഞാൻ വീണ്ടും എടുത്ത് വായിച്ചപ്പോൾ ആ നറേറ്റീവ് സ്റ്റൈൽ ഇത് കൊണ്ടുവരാം, അത്തരത്തിലൊരു ആഖ്യാന ശൈലി, അത്തരത്തിലൊരു ഭാഷാ ശൈലിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ള മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനത് തള്ളുന്നതല്ല, ഞാനത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കഥാപാത്രങ്ങളും കഥാപരിസരങ്ങളും എന്നെ കൊണ്ട് അത് എഴുതിപ്പിച്ചൊരു സാധനം ഉണ്ടായിരുന്നു. നമ്മളെയും കൂടി കടന്നു വിട്ടിട്ട് കഥാപാത്രങ്ങളും കഥാപരിസരവും പോവും. അത് ഇവിടെ ഇരിക്കുന്ന എഴുത്തുകാർക്ക് അത് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ അടുത്തേക്ക് ഈ ഭാഷയും വാക്കുകളും എങ്ങനെ വരികയായിരുന്നു. നമ്മളിപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ മലവെള്ളം വരുന്നു, കുന്നിന്ന് മലവെള്ളം വന്നിട്ട് നമ്മളുടെ പുഴ കടന്ന് വയലുകളിലേക്ക് വെള്ളം ഇറങ്ങിപ്പോകും. നമ്മളെ വീട്ടിലൊക്കെ അങ്ങനെയുണ്ട് എല്ലാ ജൂൺ ജൂലൈ കാലങ്ങളിൽ. അതേപോലെ ഇത് എഴുതുമ്പോൾ ഇതിങ്ങനെ വരികയായിരുന്നു. ആ വരവിൻ്റെ ഒരു സ്പോണ്ടേനിയസ് നൈസർഗികത ഈ നോവലിന് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് അങ്ങനെ വരുന്നൊരു കൃതിക്ക് ആത്മാവുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളൊരു കൺസ്ട്രക്റ്റഡ് വർക്ക് ഓഫ് ആർട്ട് ആണെങ്കിൽ അത് വായനക്കാർക്ക് വായിക്കുമായിരിക്കും, പക്ഷെ അത് നിൽക്കില്ല. നമ്മൾ ഉള്ളിൽ നിന്ന് ഇപ്പം ഇതിന് ഒരു വർക്ക് ഓഫ് ആർട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ ഉള്ളിൽ നിന്ന് വരികയാണെങ്കിൽ, ഉള്ളിൽ നിന്ന് അങ്ങനെ പടപടാന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ അതിന് വായനക്കാരുണ്ടാകുകയും ചെയ്യും. അത് കാലങ്ങളോളം നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ ഇതാണ് ഭാഷയെക്കുറിച്ച് പറയാം. പിന്നെ ഇത് പുതിയ കാലത്ത് വായനക്കാർക്ക് ഉള്ള ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നല്ല വായനക്കാരാണ് ഇപ്പോൾ. പണ്ടത്തെ പോലെ പിന്നെ ഈ വിമർശകർ നല്ലത് പറഞ്ഞാൽ വായിക്കുന്ന ബുദ്ധിജീവി തരത്തിലുള്ള വായനക്കപ്പുറത്ത് ബുദ്ധിജീവി ഉള്ള വായനക്കാരാണ് കൂടുതൽ. അതുകൊണ്ട് കോണ്ടന്റ് എന്ന് പറയും. കോണ്ടന്റ് ഫ്രഷ് ആണെങ്കിൽ അല്ലെ, കോണ്ടന്റ് അല്ല ആവശ്യത്തെ കണ്ടന്റ് അല്ല കോണ്ടന്റ്, മലയാളത്തിൽ അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ ഫ്രഷ് കണ്ടന്റ് വായനക്കാർക്ക് എത്തിക്കാൻ പറ്റിയാൽ അവർ പിടിക്കും. അത് പുതിയ എഴുത്തുകാരനായാലും പിന്നെ വലിയ എഴുത്തുകാരനായാലും. നാടകം തോന്നുന്നു എന്തോ നടക്കുന്നുണ്ട്. ആ കണ്ടന്റ് ഫ്രഷ് ആണെങ്കിൽ പിന്നെ ആളുകൾ വായനക്കാർ തേടി വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ കണ്ടന്റ് ഫ്രഷ് എഴുത്തുകാരോട് പറയാനുള്ളത്, നിങ്ങൾ വായനക്കാരനൊരു കുറച്ച് പൈസ, ഇപ്പോൾ 420 റുപ്യ ഉണ്ട് എൻ്റെ പുസ്തകത്തിന്. 420 റുപ്യ കൊടുത്തിട്ട് ഒരു പുസ്തകം വാങ്ങിയിട്ട് അയാളെ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ
വിഷമിപ്പിക്കരുത് എന്നുള്ളത് മറ്റേക്കാളും എനിക്ക് നിർബന്ധബുദ്ധിയുണ്ട്. നമ്മൾ മറ്റേ കുറേ കണി എന്ത് കണി കളിച്ചാലും അതിലൊരു ലൈഫ് ഉണ്ടെങ്കിൽ വായനക്കാരൻ അത് വായിച്ചിരിക്കും. പുതിയ കാലത്ത് പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് വായനയുടെ ജനാധിപത്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യ നോവൽ തന്നെ പലർക്കും നോവലിലൂടെ തന്നെ പലരും രക്ഷപ്പെട്ടു പോകുന്ന ചരിത്രം, ഒരു നല്ല ചരിത്രം ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിമ്നയുടെ ആണെങ്കിലും നിമ്നയാണ് അതില് ഫസ്റ്റ് നോവൽ അഖിൽ വന്നിട്ട്. പി ധർമ്മജൻ. ആ, അല്ല, അത് അഖിലിന്റെ ഞാൻ പക്ഷേ പറഞ്ഞ ആ കൃതി മൂന്നാമത്തെ ആ കൃതി നോവലാണ്. ആ കൃതിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ആ, ആ. അത് അല്ല, അത് അത്തരത്തിലൊരു അതൊക്കെ ഒരു വായനയുടെ വേറൊരു വഴിയിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ അഖിലിന്റെയും നിമ്നയുടെ ഒക്കെ പുസ്തകം വായിച്ചിട്ട് ആ പുസ്തകം വായിച്ചിട്ട് വേറൊരു പിന്നെ അവർ കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ നല്ല നല്ല പുസ്തകങ്ങളിലേക്കും കൂടി അവർക്ക് ഒരു യാത്ര ആരംഭിക്കാൻ പ്രേരിപ്പിക്കുന്ന പുസ്തകങ്ങൾ കൂടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ആ, എഴുതാനിരിക്കുന്ന സമയത്ത് ഇത്തരത്തില് പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വരികയും അത് വലിയ രീതിയിൽ കൊണ്ടാടുകയൊക്കെ ചെയ്യുമ്പോൾ അത്തരത്തിലേക്കുള്ള ഒരു പ്രമേയ സ്വീകരണം വേണം, അങ്ങനെ എന്തെങ്കിലും ഇല്ല, ഞങ്ങളൊന്നും തോന്നലുണ്ടായിരുന്നു? ആലോചിക്കാറില്ല. കാരണം ഇത് ഈ കളി നമ്മളൊരു 23-ാം വയസ്സ് തൊട്ട് എഴുതി തുടങ്ങിയാണ്. അപ്പോൾ എനിക്ക് ഒന്നാമെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു ലൈം ലൈറ്റിൽ എപ്പോഴും നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. കുറച്ചും കൂടെ ഒതുങ്ങി നമ്മളതായിട്ടുള്ള സൗഹൃദം, നമ്മളതായിട്ടുള്ള കുറേ പ്രാന്തുകൾ, നമ്മളതായിട്ടുള്ള ഒതുങ്ങിക്കൂടലിലൊക്കെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ അന്നും ഇന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ കയ്യടികളുടെ കൂടെ പോകുന്ന ഒരാളല്ല ഞാൻ. കയ്യടി കിട്ടുമ്പോൾ സുഖമാണ്. ആരിപ്പോൾ അനുമോദിക്കുന്നു, വായിച്ചിട്ട് ഗംഭീരമാണെന്നൊക്കെ പറയുമ്പോൾ സന്തോഷമാണ്. പക്ഷേ അതില്ലെങ്കിലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ മരണവംശം ആദ്യത്തെ 600 പേജിൽ നിന്ന് 420 പേജായിട്ട് വായനക്കാരിലേക്ക് എത്തിക്കുന്ന സമയത്ത് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല. കാരണം എനിക്ക് കുറച്ച് വായനക്കാരേ ഉള്ളൂ. എപ്പോഴും എൻ്റെ കഥകൾക്കും ഓർമ്മക്കുറിപ്പുകൾക്കും സിനിമയ്ക്ക് ഉണ്ടാവാം, പക്ഷേ ബാക്കിയെല്ലാം നമുക്കൊരു ഒരു മിനിമം റീഡേഴ്സ് ഉണ്ടാവും. ഒരു 10-300 വായനക്കാർ വായിക്കും. 2-ാം പതിപ്പിലെത്തണമെങ്കിൽ നല്ലോണം കഷ്ടപ്പെടേണ്ടി വരും. അപ്പം അത്ര വലിയ പ്രതീക്ഷകൾ വണ്ണുമില്ല, എന്നുമില്ല. ഇപ്പോൾ പുസ്തകം വായിക്കപ്പെടുന്നുണ്ട്, 12-ാം പതിപ്പ് കഴിയുന്നു എന്നൊക്കെ പറയുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ എന്നെ അങ്ങനെ എന്താ പറയല്, അതിൽ ഞാനൊരു ആർമാദിക്കുന്നില്ല. അതെന്നെ അങ്ങനെ നിസ്സംഗതയോടുകൂടിയാണ് ഞാൻ അതിനെ കാണുന്നത്. വായനക്കാരുടെ പ്രതികരണങ്ങളോടുള്ള മരണവംശം ഇറങ്ങിയതിന് ശേഷം ധാരാളം വായനക്കാരുടെ അത് പ്രതികരണങ്ങൾ ഭയങ്കരമായ കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രതികരണം ഉണ്ടായിരുന്നു. കാരണം എല്ലാ ദിവസവും ഒരു മിനിമം ഒരു 2 ആളെങ്കിലും വിളിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഒരു മിനിമം 2 സ്റ്റോറിയെങ്കിലും ഉണ്ടാവും. ഈ ഫേസ്ബുക്കിൽ റിവ്യൂ ഉണ്ടാവും. പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പല ആൾ, രാഷ്ട്രീയക്കാർ, സിനിമാക്കാർ, സാഹിത്യകാരന്മാർ, സാധാരണ വായനക്കാർ, വളരെ താഴെത്തട്ടിലൊരു 80-75 വയസ്സുള്ള ആളുകൾ തൊട്ട് ഭയങ്കര അശ്വത്തിനെ പോലെ ഭയങ്കര ബുദ്ധിയുള്ള ആളുകൾ വരെ കഥ വായിച്ചിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അത് നോവൽ വായിച്ചിട്ട് വിളിക്കാറുണ്ട്. അത് എൻ്റെ കഴിവുകൊണ്ടല്ല, അതായത് കഥയും കഥാപാത്രങ്ങളും അനുഭവിച്ചിട്ടുള്ള ദുരന്തങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കും കൊടുക്കുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് എൻ്റെ മാത്രം കഴിവല്ല. ആ നോവൽ എൻ്റെ മാത്രം നോവലല്ല. അത് പലതരം കൂട്ടായ്മയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള പല അതിൽ അനുഭവങ്ങളുമായി വന്ന കഥാപാത്രങ്ങളുണ്ട്. പലരും പല കഥകളും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഒരു എഴുത്തുകാരൻ ഒരിക്കലും എൻ്റെ കൃതി ഞാൻ തന്നെ എഴുതിയെന്ന് അഹങ്കരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം ഒരു എഴുത്ത് എന്ന് പറയുന്നത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അത് പലരുടെ അനുഭവങ്ങളാവാം, പലരും പറഞ്ഞു തന്ന കഥകളാവാം, ചില പുസ്തകങ്ങൾ നീട്ടുന്നതാവാം. അതുകൊണ്ട് ആ നോവൽ എൻ്റെ നോവൽ എന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കാൻ ഞാൻ ആളല്ല. നമുക്ക് ഏകദേശം സമയത്തിന്റെ ഒരു പരിമിതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. മരണവംശം ഇനിയും ധാരാളം പതിപ്പുകളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായനയിലേക്ക് തിരഞ്ഞെടുക്കേണ്ട, നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകമായിട്ട് നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു കൃതിയായിട്ട് മരണവംശം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. അപ്പോൾ അത് ചേർത്ത് പിടിച്ച് വായിക്കുക തന്നെയാണ് വേണ്ടത് എന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആ ചോദ്യങ്ങളാവാം. നമസ്കാരം. ഞാൻ ചോദിക്കാൻ പോകുന്നത് ആദ്യത്തെ നോവലാണ് ഷാജികുമാറിൻ്റെ. കഥകളൊക്കെ വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ നോവലിന് അങ്ങനെ ഒരു പേര് തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം മരണവംശം എന്നത്. മറ്റൊന്ന്, ഇത് എഴുതി തീർക്കാൻ ഏകദേശം എത്ര കാലയളവ് വേണ്ടി വന്നു എന്നതും കൂടിയാണ്. അത് നോവലിൻ്റെ ആദ്യത്തെ പേര് റാക്ക് എന്നായിരുന്നു. റാക്ക് എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ ചാരായ എന്ന് പറയും. ഞങ്ങളുടെ നാടൊക്കെ നല്ല റാക്ക് വാറ്റുന്ന ഒരു സ്ഥലമാണ്. അത് സ്കോച്ച് പോലെ ആസ്വദിച്ച് കുടിക്കാൻ പറ്റുന്ന ഒരു മദ്യമാണ് റാക്ക്. അത് കുടിച്ചിട്ടുള്ളവർക്കറിയാം, ഞാൻ കുടിക്കാറില്ല. അപ്പോൾ ഈ നോവല് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതുന്ന സമയത്ത് പിന്നെ ഫസ്റ്റ് 3 ഡ്രാഫ്റ്റ് വരെ റാക്ക് എന്നായിരുന്നു പേര്. പക്ഷേ റാക്ക് നമ്മളിപ്പോൾ ഒരു പുസ്തകത്തിന് പേരിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലെ കമൻറ്റുകൾ ആലോചിച്ചിട്ട് ഞാൻ വിചാരിച്ചു നടപടിയാവില്ല. അത് നമ്മൾ ചിലപ്പം രണ്ടെണ്ണം ഒഴിച്ചാലോ, ഒരു ഗ്ലാസ് റാക്ക് തരുമോ തുടങ്ങിയിട്ടുള്ള കമൻറ്റുകൾ ഉണ്ടാവും എന്നുള്ളൊരു, അതുമാത്രമല്ല അതിൻ്റെ ഒരു പൊതു സ്വഭാവത്തിന് ആ പേര് ചേരുന്നില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ പല പേരുകളും ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. മനീഷയാണ് എൻ്റെ വൈഫിൻ്റെ പേര്. അങ്ങനെ പല പേരുകൾ ആലോചിച്ച് അവസാനം ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ
വൈഫ് പറയുന്നു എന്തോരം മരണങ്ങളാണ്, എന്തുമാത്രം മരണം, കാരണം മരണത്തിൻ്റെ ഒരു യാത്ര പോലെയാണല്ലോ. അപ്പം എൻ്റെ മോള് താഴെ ഇരുന്നിട്ട് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഒരു UKG പഠിക്കുന്നു. അപ്പോൾ അവൾ ഈ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന അവൾ തലയുയർത്തിയിട്ട് പറയും, എന്നാ അച്ഛാ അച്ഛൻ്റെ പുസ്തകത്തിന് മരണത്തിൻ്റെ പുസ്തകം ഇട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ മരണത്തിൻ്റെ പുസ്തകം ഇട്ടോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിൽ നിന്നാണ് മരണവംശം എന്ന പേര് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. നോവല് എഴുതാൻ ഒരു 6 വർഷം എടുത്തു. ഒരു 6-7 വർഷം എടുത്തു. പക്ഷേ അതിൻ്റെ ഒരു യാത്ര പ്രീ ഡിഗ്രി കാലം തൊട്ടാണ് തുടങ്ങുന്നത്. പ്രീ ഡിഗ്രിക്ക് ആണ് അതിൻ്റെ ഒരു അനുഭവം വരുന്നത്. സമയമില്ലാത്തതുകൊണ്ട് അതിനെ വിശദീകരിക്കുന്നില്ല. പ്രീ ഡിഗ്രിയിലാണ് ഈ കഥയുടെ വിത്ത് ഇങ്ങനെ അതിൽ ഇങ്ങനെ വിത്ത് വീഴുന്നത്. അതങ്ങനെയാണ്, എഴുത്തങ്ങനെയാണ്. അതിങ്ങനെ വളർന്ന് മനസ്സിലിങ്ങനെ വളർന്ന് അതിന് പുറത്ത് വരാനുള്ളൊരു സമയമുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ. ഒരു കൃതിക്ക് വായനക്കാരിലേക്ക് എത്താൻ, അല്ലെങ്കിൽ എഴുത്തുകാരൻ അത് ഒരു ഫിക്ഷനാക്കി കൺവേർട്ട് ചെയ്യാൻ ഒരു സമയമുണ്ട്. ആ സമയം ആണ് ഇപ്പോൾ സംഭവിച്ചത്. അപ്പോൾ ഒരു 6 വർഷത്തിൻ്റെ ഒരു പണി ഉണ്ടായിരുന്നു മരണവംശത്തിന് പിറകിൽ. മരണവംശത്തെ കുറിച്ചിട്ടുള്ള ഒരു സംവാദം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സമയത്തിൻ്റെതായിട്ടുള്ള പരിമിതി, നമുക്ക് സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരണവംശം ഇനിയും ധാരാളം ആളുകളിലേക്ക് എത്തുകയും കൂടുതൽ വായനകളിലേക്ക് അല്ലെങ്കിൽ വായനക്കാർ ചേർത്ത് പിടിക്കുകയും ചെയ്യട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, മരണവംശം ഒരു സിനിമയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ഒരു കാലയളവിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലേക്ക് ഞാനും കൂടി ചേർന്നുകൊണ്ട് ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും നന്ദി. എല്ലാവർക്കും നന്ദി.